ഹലോ ഗൈസ്, പത്തരമാറ്റിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ മുഴുവനായി കാണാൻ കൂടി ശ്രമിക്കണം. എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് രേവതി അനന്തപുരിയിലേക്ക് കടന്നു വരുന്നതാണ്. അനാമിക എന്ത് ചെയ്യുന്നുണ്ട്, അമ്മയെ കാത്ത് ഹോളിൽ തന്നെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് രേവതിയെ കണ്ടോടൻ തന്നെ പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഒക്കെ കണ്ട് ജാനകി അവിടെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് അനാമിക പറയുന്നുണ്ട്, എൻ്റെ അമ്മയെ വരുമ്പോൾ ഒന്ന് വിളിച്ചിട്ട് വന്നൂടെ. ഇത് കേട്ട ഉടൻ തന്നെ ജാനകിയും പറയുന്നുണ്ട്, അതെ, രേവതി ഏത് സമയവും വരുമ്പോൾ വിളിക്കാണ്ടാന്നല്ലോ വരുന്നത്, ഒന്ന് പറഞ്ഞിട്ടൊക്കെ വന്നൂടെ. ഓ, അതിലൊക്കെ എന്തായിരിക്കുന്നത് ജാനകി, എൻ്റെ മോളെ കാണാൻ തോന്നുമ്പോൾ ഞാൻ ഓടി ഇങ്ങ് വരുന്നു. അതിപ്പോൾ എപ്പോൾ വന്നാലും എൻ്റെ മകൾ ഇവിടെ തന്നെ കാണുമല്ലോ. ജാനകി, അനാമികയും അഭിയും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാനാ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവർ രണ്ടുപേരും തല്ലും പഴക്കുമായിട്ട് കഴിയുമ്പോൾ സന്തോഷിക്കുന്ന ചിലർ ഈ വീട്ടിലുണ്ടല്ലോ. ജാനകി പറയുന്നുണ്ട്, അതെ, രേവതി പറഞ്ഞ ശരിയാ, ഈ വീട്ടിൽ എല്ലാം കണ്ട് മാറി നിന്ന് ചിരിക്കുന്നവരാ ഉള്ളത്. എന്ത് ചെയ്യാനാ രേവതി, വേറെ വഴിയൊന്നുമില്ലല്ലോ. എൻ്റെ ജാനകി, നിങ്ങൾക്ക് വേറെ വീടെടുത്ത് താമസിച്ചൂടെ? എന്തിനാ ഈ വീട്ടിൽ താമസിക്കുന്നത്? കാര്യം വലിയ വീടൊക്കെ തന്നെയാണ്, പക്ഷേ ഈ വീട്ടിൽ സന്തോഷം മാത്രമില്ല. എല്ലാവരും എൻ്റെ മോളെ ഉപദ്രവിക്കാൻ നടക്കുക. ഇങ്ങനെയൊക്കെ ഒരുക്കി ജീവിക്കുന്നതിലും നല്ല ജാനകി വേറെ വീടെടുത്ത് താമസിക്കുന്നത് തന്നെയാണ്. അതേ രേവതി, പക്ഷേ അച്ഛന് ഈ വീട്ടിൽ എല്ലാവരും ഒരുമയിൽ താമസിക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് ഇവിടെ നിന്ന് പോകുന്നതേ ഉള്ളൂ. ഇത് കേട്ട ഉടൻ തന്നെ രേവതി പറയുന്നുണ്ട്, ജാനകി, പറയുന്നത് കൊണ്ടൊന്നും വിചാരിക്കരുത്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതാ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. രേവതി എങ്ങനെ പറയുമ്പോൾ ജാനകി ഒന്നും മിണ്ടാൻ കഴിയാതെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അമ്മേ, ഈ കാര്യത്തെക്കുറിച്ച് ഞാനും അമ്മയോട് സംസാരിക്കണമെന്ന് വിചാരിച്ചിരിക്കുക. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ തന്നെ ദേവയാനി ചോദിക്കുന്നുണ്ട്, അല്ല, ആർക്കെവിടെ നിന്ന് മാറി താമസിക്കണ്ടേ? അപ്പം തന്നെ വെപ്രാളത്തോടെ രേവതി പറയുന്നുണ്ട്, അല്ല ചേച്ചി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അനാമികയുടെ ഈ വീട്ടിലെ അവസ്ഥ ചേച്ചിക്കും അറിയുന്നതല്ലേ. എൻ്റെ മോളൊരു പാവ, ആർക്കും ഒരു ഉപദ്രവം ചെയ്യാറില്ല. ഇതൊക്കെ കാണുമ്പോൾ ഏതമ്മയാ പറഞ്ഞു പോവാതെ. എൻ്റെ മോളെ എന്തിനാ ഇവർ രണ്ടുപേരും ഉപദ്രവിക്കുന്നത്? അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, ആര് രണ്ടുപേരും? രേവതി പറയുന്നുണ്ട്, വേറെ ആരാ ചേച്ചി, ആ നവ്യ നയനിയും തന്നെ. അപ്പോൾ ദേവയാനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ, എടീ, നയനി നവ്യല്ല, നീയും നിൻ്റെ അമ്മയെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണ്ടേ. ഈ വീട്ടിൽ സമാധാനക്കേട് നിങ്ങളാ. രേവതി ചോദിക്കുന്നുണ്ട്, എന്താ ദേവിച്ചി ആലോചിച്ച് നിൽക്കുന്നത്? അത് ഒന്നുമില്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു, അനാമിക മോളോട് ഒരു കഷ്ടപ്പാടേ. അതാ ദേവിച്ചി പറഞ്ഞത്, അവർ മാറി താമസിച്ചോട്ടെ, അതാ. ദേവയാനി പറയാണ്, അങ്ങനെ അച്ഛനെ വിഷമിപ്പിച്ചുകൊണ്ട് എല്ലാവരും വേറെ വീടെടുത്ത് പോകാൻ പറ്റില്ല, അച്ഛന് സുഖമില്ലാത്തതാ, അതുകൊണ്ട് തന്നെ ആലോചിച്ചിട്ടേ എന്തും ചെയ്യാവൂ. കേൾക്കുമ്പോൾ അനാമികക്കും രേവതിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. തുടർന്നുള്ള എപ്പിസോഡുകൾക്ക് ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.